കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 3:13 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ഒരു മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് വന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അവർ പത്രോസ് എന്നവൻ പേര് നൽകിയ ശിമയോൻ, ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള ബോവനർഗസ് എന്ന് പേര് നൽകിയ സെബദീപുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും, അന്ത്രയോസ്, പീലിപ്പോസ്, ബർത്തലോമിയ, മത്തായി, തോമസ്, ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവുസ്, കാനാൻകാരനായ ശിമയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമ്മളിന്ന് വിശുദ്ധ ഫ്രാൻസിസ് സാലസിനെ പ്രത്യേകം സഭയിൽ അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിനോടകം നിങ്ങൾ കാരിസ്വാനുമായിട്ടും മറ്റ് MSF സ്ഥാപനങ്ങളുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ളതുകൊണ്ട് ഈ വിശുദ്ധനെക്കുറിച്ച് അറിയാതിരിക്കത്തില്ല. നമുക്കറിയാം, ഈ വിശുദ്ധൻ്റെ ആധ്യാത്മികത വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രശംസിക്കേണ്ടതാണ്. അദ്ദേഹം എഴുതിയ 2 പ്രധാന പുസ്തകങ്ങൾ ഭക്തജീവിത പ്രവേശിക, ദൈവസ്നേഹം, ഇൻട്രൊഡക്ഷൻ ടു ഡിവോട്ട് ലൈഫ്, ട്രീറ്റീസ് ഓൺ ദ ലവ് ഓഫ് ഗോഡ്. ഇത് രണ്ടും വളരെ ക്ലാസിക്കലായിട്ടുള്ള പുസ്തകങ്ങളാണ്. നല്ല ആത്മീയതയില്ലാതെ അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ എഴുതാനായിട്ട് ആർക്കും പറ്റിയെന്ന് വരത്തില്ല. നല്ല കുലീന കുടുംബത്തിൽ ജനിച്ച, സാവോയ് ഫാമിലി എന്ന് പറഞ്ഞാൽ കുലീന കുടുംബത്തിൽ, ധനിക കുടുംബത്തിൽ ജനിച്ച വ്യക്തി. അവനെക്കുറിച്ച് വീട്ടുകാരുടെ പ്ലാനും പദ്ധതിയൊക്കെ അവനെ സെനറ്ററാക്കണം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ കണ്ണുകളിൽ വലിയ ഒരു സ്ഥാനമാണ് സെനറ്ററായിട്ട് മാറുക. അതൊക്കെയായിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷേ അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് അവന് സെമിനാരി ചേർന്നു, വൈദികനായി, ബിഷപ്പായി, ആർച്ച് ബിഷപ്പായി. ഇതെല്ലാം ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ദൈവം തിരഞ്ഞെടുത്താൽ ഏത് രീതിയിൽ വേണേലും നമ്മുടെ ജീവിതം മാറും എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം കർത്താവിന് വിട്ടുകൊടുത്ത് ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് നയിക്കാൻ നമ്മൾ അനുവദിക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ ചിലപ്പോൾ മാറിപ്പോയേക്കാം. പക്ഷേ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും നമ്മളിൽ നിറവേറും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ധന്യമാകുന്നത്, അർത്ഥമുള്ളതാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം, ദൈവവും ഇസ്രായേലും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ഇസ്രായേൽ അതിനെ മാനിച്ചില്ല, മാനിക്കേണ്ടതുപോലെ മാനിച്ചില്ല. അതുകൊണ്ടാണ് ഉടമ്പടി ലംഘിക്കപ്പെട്ടു. നമുക്കറിയാം, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായിട്ട്, ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു ഉടമ്പടിയാണ്. വിവാഹിതരാകുന്ന ഭാര്യയും ഭർത്താവും തമ്മിലല്ല ഉടമ്പടി. അവരൊരു പാർട്ടി, രണ്ടാമത്തെ പാർട്ടി ദൈവമാണ്. ദൈവം ഒരു പാർട്ടി, ഭാര്യയും ഭർത്താവും ചേരുന്നതാണ് രണ്ടാമത്തെ പാർട്ടി. എന്ന് പറഞ്ഞാൽ വിവാഹിതർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു അവിശ്വസ്തത കാണിക്കാൻ അവകാശം ലഭിക്കുന്നത് ക്രിസ്തു അവിശ്വസ്തത കാണിച്ചാൽ മാത്രമാണ്. അതായത് എൻ്റെ ഭർത്താവ് അങ്ങനെ പോയി, എൻ്റെ ഭാര്യ ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് നമുക്ക് അവിശ്വസ്തത കാണിക്കാൻ പറ്റില്ല. രണ്ടുപേരും കൂടെ ചേർന്നാണ് ഈ ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ന് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് വാഗ്ദാനങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. അതെല്ലാം നിറവേറുന്നത് വ്യവസ്ഥ പാലിക്കുമ്പോഴാണ്. വ്യവസ്ഥ. നമുക്ക് ദൈവം ഇസ്രായേലുമായിട്ട് ഉടമ്പടി നടത്തിയതിനെക്കുറിച്ച് ലേവ്യരുടെ പുസ്തകം 26:12 വായിച്ചാൽ കാണാൻ പറ്റും. നിങ്ങൾ എനിക്ക് സ്വന്തം ജനമായിരിക്കും.
അതിനൊരു വ്യവസ്ഥയുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഏകദൈവമായിരിക്കണം. ആരെങ്കിലും പറഞ്ഞു കേട്ട് ഏത് മാർഗത്തിലൂടെ എൻ്റെ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞ് വിശ്വാസത്തിന് പോലും നിരക്കാത്ത കാര്യങ്ങളും പല ദൈവങ്ങളെ വിശ്വസിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇതൊന്നും നടക്കത്തില്ല. കാരണം നമ്മൾ ഉടമ്പടി ലംഘിച്ചവരായിട്ട് മാറും. ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുന്നവർക്ക് ദൈവം പറയാണ്, നിങ്ങൾ എൻ്റെ സ്വന്തം ജനമായിരിക്കും. നിങ്ങളെ ഉപദ്രവിക്കാൻ, നിങ്ങളെ നശിപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഒരു സാത്താനും പറ്റത്തില്ല, ലോകത്തിനും പറ്റത്തില്ല. ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ വന്നാലും അത് സാധ്യമാകത്തില്ല. കാരണം നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്നുള്ളത് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നിറവേറ്റാൻ, പലരുടെയും ജീവിതത്തിൽ നിറവേറ്റാൻ കർത്താവിന് ബാധ്യതയില്ല. കാരണം നമ്മൾ ഉടമ്പടി ലംഘിക്കുന്നവരായി മാറുന്നു. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ ഒരു ഉടമ്പടി കർത്താവ് പുതുക്കി പുതിയ നിയമത്തിലെ ജനതയ്ക്കായിട്ട് നൽകുന്നതിനെക്കുറിച്ച് ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടത്. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, കർത്താവ് 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു. 2-3 പ്രധാനപ്പെട്ട ദൗത്യം അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. തന്നോടുകൂടെ ആയിരിക്കുക, പോയി പ്രസംഗിക്കുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചതിനെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. ക്രിസ്ത്യാനികൾക്ക് വേണമെങ്കിൽ 3 ഗണത്തിൽപ്പെടാൻ പറ്റും. ഒന്നാമത്തെ ഗണം ക്രിസ്തു വൈരികളായിട്ട് മാറുക. ക്രിസ്തു വൈരിയാകാനായിട്ട് ഒരുപാട് കർത്താവിനെ അസഭ്യം പറയണമെന്നൊന്നുമില്ല, ചീത്തേന്തറിയും പറഞ്ഞാൽ ക്രിസ്തു വൈരി ആകണമെന്നൊന്നുമില്ല. നമ്മൾ ദൈവദൂഷണം പറഞ്ഞാൽ ക്രിസ്തു വൈരി ആകൂ എന്നുള്ളൊന്നുമില്ല. യാക്കോബ് 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം വായിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. ഒരുപാട് വ്യക്തികളെ കാണാൻ സാധിക്കും. ലോകത്തിൽ ജീവിക്കുക എന്നതിനേക്കാൾ ലോകത്തെ സ്നേഹിക്കണം, ലോകത്തിൻ്റെ സ്വന്തമാകണം എന്നുള്ള ആ കാഴ്ചപ്പാടിലാണ് ജീവിതം. അവരാരായി തീരും? ക്രിസ്തു വൈരി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പറയുണ്ട്, ലോകത്തെക്കാൾ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റണം. മറ്റാരെയുംകാൾ ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. അവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമതൊരു ഗണത്തെ കാണാൻ സാധിക്കും. അവരാണ് ഫാൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒത്തിരി പേരുടെ വലിയ സെലിബ്രിറ്റീസിനൊക്കെ ഫാൻസ് അസോസിയേഷനുണ്ട്. ഫാൻസ്, മൈക്കിൾ ജാക്സന്റെ ഫാൻസായിട്ട് മാറാൻ വേണേ നമ്മളിൽ ഒരാൾക്ക് പറ്റും. നമ്മളാ പുള്ളിയെ കാണണമെന്നുമില്ല, ഇതുവരെ ഒരു പ്രാവശ്യം ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടും ഇല്ലായിരിക്കാം, പക്ഷേ ഫാനായിട്ട് മാറാം. ഇതുപോലത്തെ ആൾക്കാരുണ്ട് കേട്ടോ, ക്രിസ്ത്യാനികൾ. അവർ ക്രിസ്തുവിൻ്റെ ഫാനാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെക്കുറിച്ച് വലിയ വായിലൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞെന്ന് വരും. പക്ഷേ ഈ ക്രിസ്തുവുമായിട്ട് ഒരു വ്യക്തിബന്ധമില്ല, സ്നേഹബന്ധമില്ല. ശരിക്കൊരാൾ ക്രിസ്ത്യാനിയായി മാറുന്നതും രക്ഷ പ്രാപിക്കുന്നതും ദൈവവുമായിട്ട് ഒരു വ്യക്തിബന്ധം ഉണ്ടാകുന്നതിലൂടെയാണ്. യോഹന്നാൻ 17:3 പറഞ്ഞിരിക്കുന്നത് നിത്യജീവൻ എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ പോകുന്ന ആരാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏക സത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നവർ. പറയുണ്ട്, പിതാവായ ദൈവത്തെ നമ്മൾ അറിയേണ്ട പോലെ അറിയണം, യേശുവിനെ അറിയേണ്ട പോലെ അറിയണം. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് ഒരു വ്യക്തിബന്ധം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കണ്ടെത്താൻ പരിശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. മൂന്നാമതൊരു ഗണം ആൾക്കാരുണ്ട്, അവരാണ് ശിഷ്യത്വം ഏറ്റെടുത്തവർ. വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ശിഷ്യത്വം ഏറ്റെടുത്ത് അത് ജീവിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യക്തികളെ അതിലേക്ക് നയിക്കാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ സൗമ്യത അത് പലർക്കും അനുകരണീയമാണ്. കാരണം ഒരു കാലത്ത് ഭയങ്കര മുൻകോപിയായിരുന്ന വ്യക്തി പിന്നീട് പ്രാർത്ഥന കൊണ്ടും തൻ്റെ നിരന്തരമായ പരിശ്രമം കൊണ്ടും ദ മോസ്റ്റ് ജെന്റിൽമാൻ സെയിൻ്റായിട്ട് മാറി. ഏറ്റവും സൗമ്യനായ വിശുദ്ധൻ. അതാരാ അങ്ങനെ ആയത്? മുൻകോപിയായിരുന്ന വ്യക്തി ഏറ്റവും സൗമ്യനായ വിശുദ്ധനായിട്ട് മാറി. ഇതൊക്കെ ഫ്രാൻസിസ് സാലസിന് ശിഷ്യത്വം ഏറ്റെടുക്കാൻ സാധിച്ചത് കൊണ്ട് ഉണ്ടായ കാര്യമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോസ്തലന്മാരെ ദൈവം തിരഞ്ഞെടുത്തത് ഈ ശിഷ്യത്വം ഏറ്റെടുക്കാൻ വേണ്ടിയാണ്.
എങ്ങനെയാണ് നമുക്ക് ക്രിസ്ത്യാനികളായി നമുക്ക് ശിഷ്യത്വം ഏറ്റെടുക്കാൻ പറ്റുക? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുക. ഒന്ന്, കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കണം. വചനം കേട്ടാൽ പോരാ, ദിവസവും ബൈബിൾ വായിച്ചാലും പോരാ, വചനം ജീവിക്കുന്നവരായി മാറണം. യോഹന്നാന്റെ സുവിശേഷം 8:31 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നതാണ്. രണ്ടാമതൊരു കാര്യമുണ്ട്, നാം പരസ്പരം സ്നേഹിക്കുന്നവരായി മാറണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശിഷ്യത്വമുള്ളവരായി മാറുക. യോഹന്നാൻ 13:35 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടിട്ട് മറ്റുള്ളവർ പറയട്ടെ നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന്. അപ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യരായി മാറും. പക്ഷെ നമുക്കിനിയും ഒരുപാട് ഈ ശിഷ്യത്വത്തിലേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകാം. അത് വെച്ച് അതിനായിട്ട് നമ്മൾ തീരുമാനമെടുത്ത് മുന്നേറുമ്പോൾ നമുക്കവിടെ എത്താൻ സാധിക്കും. അതിനുവേണ്ട കൃപയ്ക്കായിട്ട് വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് തേടുകയും ചെയ്യാം. ഈ അവസരത്തിൽ സഭയെ സ്നേഹിക്കുകയും സഭയുടെ കട്ട ബെനഫാക്ടേഴ്സായിട്ടുള്ള പല വ്യക്തികളും കുടുംബങ്ങളുണ്ട്. സഭയിലെ വൈദിക വിദ്യാർത്ഥികളെ സ്പോൺസർ ചെയ്യുന്നവർ, അങ്ങനെയുള്ള പല രീതിയിൽ അഭ്യുദയകാംക്ഷികളായിട്ട് ഈ സഭയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം നമുക്ക് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ ഫെബ്രുവരി 1 മുതൽ വിശാഖപട്ടണത്ത് MSF സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ്, ജനറൽ ചാപ്റ്റർ നടക്കുകയാണ്. അപ്പോൾ അതിനകത്താണ് പുതിയ ജനറാളച്ചനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് പ്രത്യേകമായിട്ട് ആ ദിവസങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവഹിത പ്രകാരം എല്ലാം നടക്കുവാനും ഈ സഭയുടെയും ആഗോള സഭയുടെയും നന്മയ്ക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം അവിടെ ഉരുത്തിരിയുവാൻ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.